നമ്മുടെ ഒരു പേഷ്യൻ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു കാന്ദഹാറിന്. ബേസിക്കലി പുള്ളി സ്വീഡൻ നാഷണലാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലായിരുന്നു ജനിച്ചത്. കുറേ വർഷങ്ങൾ, ഒരു അറൗണ്ട് 55 ഇയേഴ്സ് മുന്നേ പുള്ളി സ്വീഡനിലോട്ട് മൈഗ്രേറ്റ് ആയി. ഓക്കെ. എന്നിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ പുള്ളിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ദാറ്റ് പോയിട്ട് നാടെല്ലാം കാണണം എന്നുള്ളത്, വേർ ഹി ഗ്രൂ അപ്പ് എന്നോൾ. സോ പുള്ളി അഫ്ഗാനിസ്ഥാനിൽ പോയി, എന്നിട്ട് കാന്ദഹാറിൽ അവിടെ എത്തി. ആ സമയത്ത് അവിടെ ബേസിക്കലി താലിബാനും അമേരിക്കയുടെ ഇച്ചിരി വാർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നടക്കുകയായിരുന്നു. അതെ. അവിടെ പുള്ളിക്കാരന് കാർഡിയക് അറസ്റ്റ് വന്നു, ക്രിട്ടിക്കലായി. എന്നിട്ട് അവരുടെ ഫാമിലി സ്വീഡിഷ് ഗവൺമെൻറ്റിനെ കോൺടാക്ട് ചെയ്തു. സോ സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ വക, സ്വീഡിഷ് നാഷണൽസിന് സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ വക മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ഫ്രീ ആണ്. സ്വീഡിഷ് ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് ചെയ്യും ഫോർ ദെയർ നാഷണൽസ് അക്രോസ് ദി വേൾഡ്. പക്ഷേ ഈ കേസിൽ അവർ പറഞ്ഞു ദേ കനോട്ട് ഹെൽപ്പ് ദിസ് ഫാമിലി. സോ ഫാമിലി UN റീച്ച് ഔട്ട് ചെയ്തു, നമ്മളതിനെ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെ UN ഞങ്ങളും കോർഡിനേഷനിൽ, UN മീൻസ് യുണൈറ്റഡ് നേഷൻസും ഞങ്ങളും കോർഡിനേഷനിൽ വർക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ, ഞങ്ങളുടെ ടീം അവിടെ പോയി കാന്ദഹാറിൽ. എന്നിട്ട് കാന്ദഹാറിന് പേഷ്യൻറ്റിനെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ദുബായിലോട്ട് കൊണ്ടുവന്നു. ദുബായിൽ നിന്ന് പിന്നെ സ്വീഡിഷ് ഗവൺമെൻറ് മിഷൻ ടേക്ക് ഓവർ ചെയ്തു. വെൽക്കം ടു റൈസ് ദ റൈസ് ഓഫ് റിമാർക്കബിൾ മൈൻഡ്സ് ബൈ ആറാട്ട് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മോടൊപ്പം ഉള്ള റിമാർക്കബിൾ മൈൻഡ് മിസ്റ്റർ ദർശക് മണികണ്ഠൻ, ഹു ഇസ് ദ CEO ഓഫ് ക്വിക്ലിഫ് എയർ ആംബുലൻസ് സർവീസ്. വെൽക്കം ദർശക്. താങ്ക് യു ഫോർ ഹാവിങ് മീ. അപ്പം നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലായിരുന്നു, സിമിയുടെ കൂടെ ആയിരുന്നല്ലേ? അതെ. ഓക്കെ. അന്ന് ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ആളുകളെ, നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഏറ്റവും എമർജൻസി സിറ്റുവേഷൻസിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ലൈഫിൽ കടന്നു പോകുന്ന, എപ്പോഴെങ്കിലും കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ്, ഒരു നൈറ്റ് മെയർ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനെ ഡെയിലി ഡീൽ ചെയ്യുന്ന ഒരു സർവീസ്, അതാണ് ക്വിക്ക് ലിഫ്. ഞാൻ ആദ്യം ക്വിക്ക് ലൈഫ് എന്നാണ് വിചാരിച്ചത്. അപ്പം ക്വിക്ക് ലൈഫ് അല്ല, ക്വിക്ക് ലിഫാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് എന്തെങ്കിലും സ്റ്റോറി? അതിൻ്റെ ബിഹൈൻഡ് സ്റ്റോറി ബേസിക്കലി സിമ്പിളാണ്. ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു മിനിമൽ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മൾ ഡൊമെയിൻ നെയിം എടുക്കും. സോ ക്വിക്ലിഫ് അല്ലെങ്കിൽ എയർ ആംബുലൻസ് ബിസിനസ് പറഞ്ഞാൽ ഒരു നമ്മുടെ കസ്റ്റമേഴ്സിന് വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ചെയ്യുന്ന സംഭവമാണ്, ആവശ്യം വരുന്ന സംഭവമാണ് എയർ ആംബുലൻസ്. ഇറ്റ്സ് നോട്ട് എ റിക്കറിങ് ബിസിനസ്, അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള ബിസിനസ് അല്ല. സോ നമുക്ക് നമ്മുടെ മാക്സിമം റീച്ച് വരുന്നത് ഇൻ്റർനെറ്റിന് ത്രൂ ആണ്. സോ ഇൻ്റർനെറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഡൊമെയിൻ നെയിം, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ പേര്, ഇൻ ഷോർട്ട്. സോ സൈറ്റിൻ്റെ പേര് നമ്മൾ എത്ര ഈസി ആയിട്ടുള്ള വേർഡ് വെക്കണോ അത്രയും എക്സ്പെൻസീവാണ്. അതായത് ലൈഫ് LIFE വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. QUICK വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ ഞങ്ങളതിനെ ട്വീക്ക് ചെയ്തിട്ട്, കാരണം ഞങ്ങളുടെ മോട്ടീവ് ഇതായിരുന്നു എത്രയും പെട്ടെന്ന് ഏറ്റവും ബെസ്റ്റ് സർവീസ് കൊടുക്കുക നമ്മുടെ കസ്റ്റമേഴ്സിന് ഇൻ ടേംസ് ഓഫ് മെഡിക്കൽ എയർ ട്രാൻസ്ഫർ. അതായത് ആർക്കെങ്കിലും മെഡിക്കൽ എയർ ട്രാൻസ്ഫറിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ വി ഷുഡ് ബി ദ ഫാസ്റ്റസ്റ്റ്, വി ഷുഡ് ബി ദ ബെസ്റ്റ്, വി ഷുഡ് ബി ദ മോസ്റ്റ് അഫോർഡബിൾ വൺ. അതായത് നമ്മുടെ വിഷൻ. അപ്പോൾ ക്വിക്കും ലൈഫും നമുക്ക് എന്തായാലും വേണ്ടായിരുന്നു പേരിൽ. സോ അത് ഞങ്ങൾ ഇച്ചിരി ട്വീക്ക് ചെയ്തിട്ട് QWIKLIF ക്വിക്ക് ലിഫ് എന്ന് വെച്ചു. സോ ചിലവർ നമ്മുടെ കമ്പനിയിൽ ക്വിക്ക് ലൈഫ് പറയും, ചിലർ ക്വിക്ക് ലിഫ്റ്റ് പറയും. രണ്ടും കൂടെ ശരിക്കും രണ്ടർത്ഥവും വരുന്നുണ്ട്. ലൈഫും ആണ്, ക്വിക്ക് ആയിട്ടുള്ള ലൈഫിനെ പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു. എനിവേസ്, ഈ ഒരു സംരംഭം തുടങ്ങാൻ ഇതിൻ്റെ ഒരു തോട്ട് വന്നത് എവിടെ നിന്നാണ്? നമുക്ക് അവിടെ നിന്നേ തുടങ്ങാം. സോ തോട്ട് വന്നത് ബേസിക്കലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫാദർ ദമാമിലായിരുന്നു, സൗദി അറേബ്യയിൽ, ആൻഡ് ഞാൻ മുംബൈയിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വന്നു. ആൻഡ് എനിക്ക് എത്രയും പെട്ടെന്ന് പുള്ളീനെ എയർ ലിഫ്റ്റ് ചെയ്തിട്ട് മുംബൈയിലോട്ട് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാൻ കംപ്ലീറ്റ് ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു, മൾട്ടിപ്പിൾ കമ്പനീസിനെ റീച്ച് ഔട്ട് ചെയ്തു. ആ സമയത്ത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനീസ്. സോ നമുക്ക് 2 ടൈപ്പിൻ്റെ റെസ്പോൺസ് കിട്ടി. ഒന്ന് പറഞ്ഞാൽ അഫോർഡബിൾ ആണ്, നമുക്ക് പൈസ വൈസ് അഫോർഡബിൾ ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം അവർ സേഫ്റ്റീൻ്റെ റിലേറ്റഡ് അത്ര ഷുവർ അല്ല. ഓൺ ദി സെക്കൻഡ് ഹാൻഡ് സേഫ്റ്റി ഈസ് വെരി ഷുവർ ഈ സെക്കൻഡ് കമ്പനിയിൽ, ബട്ട് ഇക്കണോമിക്കലി വളരെ എക്സ്പെൻസീവ് ആണ്, നമുക്ക് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെയാണ്. സോ അവിടെ ഒരു മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടു. സോ ഞങ്ങളുടെ കമ്പനിയുടെ ഹോൾ വിഷൻ ഈസ് ആ മാർക്കറ്റ് ഗ്യാപ്പിനെ ഒന്ന് കുറയ്ക്കുക, അല്ലെങ്കിൽ ആ മാർക്കറ്റ് ഗ്യാപ്പിനെ കേറ്റർ ചെയ്യുക നമ്മൾ. അതായത് സേഫ്ലി നമുക്ക് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം, അറ്റ് ദി സെയിം ടൈം ഒരു അഫോർഡബിൾ പ്രൈസിൽ.
അതായത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ സ്വന്തം അച്ഛൻ്റെ ഒരു അതെ അങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ അതെ അന്നേ മനസ്സിൽ തുടങ്ങിയ ഒരു കമ്പനിയാണിത്. അന്ന് അങ്ങനെ ഒരു വിഷൻ വന്നു. അതെ അതെ അത് അതിനുശേഷം കഴിഞ്ഞിട്ട് എപ്പോഴാണ് അതിനുശേഷം എത്ര നാളുകൾക്ക് ശേഷമാണ് ഇതൊരു കമ്പനി ഇങ്ങനെ ഒരു കമ്പനി തുടങ്ങാമെന്ന് ഒരു ഈ ഡ്രീം ഒരു റിയാലിറ്റിയിൽ വന്നത് എപ്പോഴാണ്? അത് ഇത് പറഞ്ഞത് ഐ തിങ്ക് 2016 2016 ആൻഡ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2024 സോ ഞാനപ്പോൾ സ്കൂളിലായിരുന്നു, കോളേജിലായിരുന്നു. ഓ ആൻഡ് അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയറിങ് കഴിഞ്ഞു. 1-2 ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസ് ആയി. ഇവിടെ ദുബായിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു മൈൻഡിൽ അന്നേ അന്നേ ഇത് എപ്പോഴെങ്കിലും തുടങ്ങിയതാണ്. ചെയ്യണം എന്നുള്ളത്. ഓക്കെ ബട്ട് ഇപ്പോഴാണ് കറക്റ്റ് സമയം എന്നുള്ളത്. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ് ഇത് പഠിച്ചത് എന്തായിരുന്നു? ഇത് ഈ ഒരു എയർ ആംബുലൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് പഠിക്കാൻ പറ്റുന്ന ഫീൽഡാണോ? അല്ല, അത് പഠിക്കാൻ പറ്റുന്ന ഫീൽഡല്ല. ബട്ട് അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട്. ലൈക്ക് ഇപ്പോൾ മെഡിക്കൽ പാർട്ടാണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഏവിയേഷൻ മെഡിസിൻ പഠിക്കാനുള്ളതുണ്ട്. ദെൻ അതുവരെ നമ്മൾ ബിസിനസ് റൺ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാം അങ്ങനെ. പക്ഷേ ഞാൻ പേഴ്സണലി പഠിച്ചത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്. ഓക്കെ കാരണം ഞാൻ എപ്പോഴും എയർക്രാഫ്റ്റിനും സ്പേസ് ക്രാഫ്റ്റിനായിട്ട് ഫാസിനേറ്റഡ് ആയിരുന്നു. ആൻഡ് എനിക്കത് പഠിക്കണമെന്നുണ്ടായിരുന്നു, ജെന്യുവൻലി പഠിക്കണമെന്നുണ്ടായിരുന്നു, അതെങ്ങനെ വർക്ക് ചെയ്യണം എല്ലാതും. സോ അതൊരു എന്താ പറയുക, ഒരു പേഴ്സണൽ ഡ്രീമായിരുന്നു എയറോസ്പേസ് പഠിക്കണം എന്നുള്ളത്. സോ അത് പഠിച്ചു. ദെൻ കോളേജിൻ്റെ സമയത്ത് തന്നെ ഞങ്ങൾ ബേസിക്കലി ഹോസ്റ്റലിൽ താമസിച്ചിരുന്നു. കോളേജിൽ മാൻഡേറ്ററി ഹോസ്റ്റലിൽ താമസിക്കണം. Okay. ഡേ സ്കോളറായിട്ട് പോകാൻ വരാൻ എവിടെയായിരുന്നു? പറ്റില്ല. ഏത് കോളേജ്? കോയമ്പത്തൂർ കാരുണ്യ യൂണിവേഴ്സിറ്റി. ഓക്കെ സോ അവിടെ മാൻഡറി ആയിരുന്നു അവിടെ നിൽക്കണം എന്നുള്ളത്. ആൻഡ് ലൈക്ക് വീട്ടിൽ നിന്നൊരു ലെവൽ വരയ്ക്കാൻ നമുക്ക് പോക്കറ്റ് മണി ആയിട്ട് ചോദിക്കാൻ പറ്റുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം എക്സ്പെൻസസ് നല്ല കൂടുതലായിരുന്നു. കാരണം എഞ്ചിനീയറിംഗ് നമുക്ക് എന്തെങ്കിലും തോന്നുകയാണെന്ന് വെച്ചാൽ, ആൻഡ് കോളേജിൽ ഓൾമോസ്റ്റ് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. സോ നമുക്ക് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം, എന്ത് ചെയ്യണം, സോ നമുക്ക് റോ മെറ്റീരിയൽസ് ഔട്ട്സോഴ്സ് ചെയ്യണം, അങ്ങനെ കുറേ എക്സ്പെൻസസ് ഉണ്ടായിരുന്നു. സോ എക്സ്പെൻസസ് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയതായിട്ടൊരു പ്രൊജക്റ്റ് തുടങ്ങി. ആ പ്രൊജക്റ്റ് into ബിസിനസ്സായിട്ട് മാറി. അങ്ങനെ 2 ബിസിനസ് ചെയ്തു. 2 സെൽ ഔട്ട് ചെയ്തു. അതിൻ്റെ ഇച്ചിരി എക്സ്പീരിയൻസ് വന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ. പിന്നെ ഇവിടെ വന്നിട്ട് ഇച്ചിരി വർക്ക് ചെയ്തു ദുബായ് മാർക്കറ്റിൽ. ഫ്രണ്ട്സിന്റെ കൂടെ തുടങ്ങിയ ഒരു കമ്പനി ആയിരുന്നു ഇന്ത്യയിൽ. അതെ, എൻ്റെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ തുടങ്ങിയതാണ്, എൻ്റെ ഹോസ്റ്റൽ റൂംമേറ്റ്സിനെ കൂടെ തുടങ്ങിയതാണ്. ആൻഡ് അതിലത്തെ സക്സസ്ഫുൾ ആയിരുന്നു ഹോപ്പ്ഫുള്ളി ബൈ ഗോഡ്സ് ഗ്രേസ്. ആൻഡ് വി സ്കെയിൽഡ് ഇറ്റ് വെരി വെൽ. എന്നിട്ട് അത് സെൽ ഔട്ട് ചെയ്തു. സെക്കൻഡ് കമ്പനി സെയിം ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, സെയിം ടീം മെമ്പേഴ്സ്, അത് സ്കെയിൽ ചെയ്തു, എന്നിട്ട് സെൽ ഔട്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തുടങ്ങിയതും ഞാനും എൻ്റെ കോ ഫൗണ്ടറും സെയിം തന്നെയാണ്. കോളേജിലെ ഫ്രണ്ടിനെ കൂടെയാണോ ഇപ്പോഴും? അതെ അതെ, സെയിം പുള്ളി തന്നെയാണ് എൻ്റെ കോ ഫൗണ്ടർ. ഫസ്റ്റ് 2 കമ്പനിയിലായിരുന്നു, ക്വിക്ക്ലിഫിലും ആണ്. ആൻഡ് അതിലുണ്ടായിരുന്ന ടീം മെമ്പേഴ്സാണ് മെജോറിറ്റി ഓഫ് ദ ടീം മെമ്പേഴ്സ് ഇപ്പോൾ ക്വിക്ക്ലിഫിലുള്ളതും ആ 2 കമ്പനീസിലുണ്ടായിരുന്നത്. അങ്ങനെ സോ ടീം ഓൾമോസ്റ്റ് സെയിം തന്നെ. പക്ഷേ എയർ ആംബുലൻസ് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എങ്ങനെ പറയുക, ഒരു വളരെ ഹൈ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വർക്കാണ്. സോ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരും നന്നായിട്ട് വേണം, മെഡിക്കലി എസ്പെഷ്യലി. സോ അതുകൊണ്ട് ഫ്യൂ ടീം മെമ്പേഴ്സ് ആർ സെയിം ഓഫ് പ്രീവിയസ് കമ്പനീസ്, ബട്ട് മെജോറിറ്റി ഓഫ് ദ ടീം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീമാണ് ക്വിക്ക്ലിഫിലുള്ളത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ലൈഫ് സേവിങ് സർവീസ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് നമുക്ക് സാധാരണ ആളുകൾക്കൊന്നും അറിയില്ല. നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു, നമ്മളാകെ പാനിക്കാണ്. എങ്ങനെ ആരെ വിളിക്കണം, എന്ത് ചെയ്യണം, ഇതൊന്നും ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് മലയാളികൾക്ക്. ഗ്ലോബലി ഒത്തിരി ആളുകൾ, നമ്മളെല്ലാവരും പ്രവാസികളാണ്, എല്ലായിടത്തും വേൾഡിൽ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു, നമ്മുടെ പാരൻസിന് ചിലപ്പോൾ കൊണ്ടുവന്ന സമയം, അല്ലെങ്കിൽ അവിടെയുള്ള സമയത്തോ നാട്ടിലേക്ക് പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പാനിക് ആവുന്ന സമയത്ത് ഇതുപോലുള്ള സർവീസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെയാണ് അതിൻ്റെ ഫങ്ഷനിങ്? സോ ഫസ്റ്റ്ലി ഒരു മെഡിക്കൽ എയർ ട്രാൻസ്ഫറിൻ്റെ ആവശ്യം വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പേഷ്യൻ്റ് ഓൾറെഡി ക്രിട്ടിക്കലാണ് ആൻഡ് ഹോസ്പിറ്റലിലാണ്. അവിടെ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നത്. സോ ആ സമയത്ത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ റീച്ച് ഔട്ട് ചെയ്യാം. ക്വിക്ക്ലി പേഴ്സണലി ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ മിഡിൽ ഈസ്റ്റിലത്തെ എല്ലാ ഹോസ്പിറ്റൽസിനായിട്ട് ടൈഡപ്പാണ്. സോ ഹോസ്പിറ്റൽസ് റീച്ച് ഔട്ട് ചെയ്യാം, അവർ ഗൈഡ് ചെയ്യും. പിന്നെ സെക്കൻഡ്ലി ഇൻ്റർനെറ്റിൽ റിസർച്ച് ചെയ്യാം ഏതൊക്കെ കമ്പനീസ് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ റൂട്ടിൽ. ആൻഡ് തേർഡ്ലി ആ കമ്പനീസിൻ്റെ റിവ്യൂസ് നോക്കുക. ഇപ്പോൾ റിവ്യൂസ് നമുക്ക് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് റിവ്യൂസ് ഒരു ലെവൽ വരയ്ക്കും നമുക്ക് ഗൂഗിൾ റിവ്യൂസ് എസ്പെഷ്യലി നമുക്ക് പേ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പെയ്ഡ് റിവ്യൂസ് നമുക്കൊരു ഒരു ലെവൽ വരയ്ക്കേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ലൈൻ ഓഫ് വർക്കിൽ നമുക്ക് മെജോറിറ്റി ഓഫ് ദ ടൈംസ് ചോദിക്കേണ്ടി വരില്ല. കാരണം ഫാമിലീസ് തന്നെ അവർ ഇത്രയും ദേ ആർ സോ മച്ച്
ഫിൽഡ് വിത്ത് ഹാപ്പിനെസ് ദാറ്റ് അവർ സ്വന്തമായിട്ട് തന്നെ റിവ്യൂസ് ഇടും. അപ്പോൾ ആ റിവ്യൂസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് അതെ. പെയ്ഡ് ആണോ ആക്ച്വൽ ആണോ എന്നുള്ളത്. സോ ആസ് എ ഫാമിലി മെമ്പർ നമ്മൾ സ്വന്തമായിട്ടൊരു ഡ്യൂ ഡിലിജൻസ് ചെയ്യുക. ദാറ്റ് ഓക്കെ റിവ്യൂസ് വായിച്ചു, ഇവർ ഓക്കെ ആണ്. മേ ബി ആ കമ്പനീസിനോട് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ ദേ ക്യാൻ റീച്ച് ഔട്ട് ടു ദ റെഫറൻസസ്. നിങ്ങൾ ഏതെങ്കിലും പേഷ്യൻ്റെ ഫാമിലിയുടെ റെഫറൻസ് തരാൻ പറ്റുമോ, അങ്ങനെ ചോദിച്ചിട്ട് റീച്ച് ഔട്ട് ചെയ്യാം. ആൻഡ് വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ഈസ് എംബസീസ് ആൻഡ് കൗൺസിലേറ്റ്സ്. അതായത് പ്രവാസികൾക്ക് എവിടെ സ്റ്റക്കായി കഴിഞ്ഞാലും ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഓഫ് കോൺടാക്ട് ഉണ്ടാവേണ്ടത് എംബസി അല്ലെങ്കിൽ കൗൺസിലേറ്റ് ആണ്. സോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലത്തെയും ഇന്ത്യൻ എംബസീനായിട്ട്, സ്പെസിഫിക്കലി ഇന്ത്യൻ എംബസീനായിട്ട് ടൈഡപ്പ് ആണ്. പിന്നെ ഗവൺമെൻറ്റ്സിനായിട്ട് ടൈഡപ്പ് ആണ്, ഇൻഷുറൻസ് കമ്പനീസിനായിട്ട് ടൈഡപ്പ് ആണ്. സോ അവർ തന്നെ ഗൈഡ് ചെയ്യും. ഓക്കെ, ദീസ് ആർ ദി 2-3 ഓപ്ഷൻസ് ഓഫ് കമ്പനീസ്, യു ക്യാൻ ഗോ ഹെഡ്. അപ്പോൾ അവർ കോൺടാക്ട് ചെയ്യുക, ഫാമിലി മെമ്പേഴ്സ് കോൺടാക്ട് ചെയ്യും നമ്മൾ തന്നെ. എന്നിട്ട് നമ്മളവർക്ക് കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് പേഷ്യൻ്റ് ട്രാൻസ്ഫർ ഉണ്ടാവാനുള്ള സാധ്യത, ഇതൊക്കെയാണ് പേഷ്യൻ്റ് ട്രാൻസ്ഫറിൻ്റെ മുന്നേ ചെയ്യേണ്ട നമുക്ക് ഡ്യൂട്ടീസ്, പേഷ്യൻ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഇതൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേൾഡിൽ എല്ലായിടത്തും ലൈക്ക് ദുബായിൽ മാത്രമല്ല, എങ്ങനെയാണ് എത്ര കൺട്രീസിലുണ്ട്? അല്ല, നമ്മുടെ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ബിസിനസ്സാണ് ബൈ ബർത്ത്. അതായത് ഒരു ജോഗ്രഫിക്കൽ റെസ്ട്രിക്ഷൻ ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ക്വിക്ക്ലി പേഴ്സണലി ചെയ്യുന്നത് മേജർലി ഇന്റർനാഷണൽ പേഷ്യൻ്റ് ട്രാൻസ്ഫർ മാത്രമാണ്. ഡൊമസ്റ്റിക് വളരെ 2-3 കൺട്രീസിലാണ് ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ആൻഡ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഫ്രം എനിവെയർ ടു എനിവെയർ ആണ്. അതായത് പേഷ്യൻ്റ് എവിടെയാണെച്ചാലും അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് അവർ തന്നെ പോകേണ്ടത് അതുവരെ നമ്മൾ ചെയ്യും. പിന്നെ ക്വിക്ക്ലി സ്പെസിഫിക്കലി മെഡിക്കൽ ഇവാക്യുവേഷനും മെഡിക്കൽ റിപ്പാട്രിയേഷനും ചെയ്യും. അതായത് മെഡിക്കൽ റിപ്പാട്രിയേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻഡ് മെഡിക്കൽ എയർ ട്രാൻസ്ഫർ, അതായത് ഫ്രം എ ഹോസ്പിറ്റൽ ബെഡ് ടു അനദർ ഹോസ്പിറ്റൽ ബെഡ്. മെഡിക്കൽ ഇവാക്യുവേഷൻ പറഞ്ഞാൽ ദർ ഈസ് എ പേഷ്യൻറ്റ് എവിടെയെങ്കിലും സ്റ്റക്കാണ്, മേ ബി ഇൻ എ വാർ സോൺ, ഇല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇനഫ് മെഡിക്കൽ കെയർ കിട്ടാത്തൊരു സ്ഥലമാണ്. എന്നിട്ട് അവരെ നിയറസ്റ്റ് മെഡിക്കൽ കെയർ ഉള്ള സ്ഥലത്തോട്ട് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും. മെഡിക്കൽ ഇവാക്യുവേഷൻ ആൻഡ് മെഡിക്കൽ റിപ്പാട്രിയേഷൻ രണ്ടാണ് ചെയ്യും. അപ്പോൾ ഈ ICU പേഷ്യൻസ് അങ്ങനത്തെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ നിങ്ങളുടെ ഫെസിലിറ്റീസ് എന്താണ്? സോ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കമേഴ്ഷ്യൽ എയർലൈൻസിൽ, സെക്കൻഡ് ഈസ് ഇൻ എ പ്രൈവറ്റ് ജെറ്റ്. സോ ഞാൻ ആദ്യം പ്രൈവറ്റ് ജെറ്റിന് പറയാം. പ്രൈവറ്റ് ജെറ്റ് പറഞ്ഞാൽ അതിന് ഡെഡിക്കേറ്റഡ് എയർ ആംബുലൻസ് എന്നാണ് പറയുക. അതായത് ഒരു കംപ്ലീറ്റ് എയർക്രാഫ്റ്റ് പേഷ്യൻറ്റും ഫാമിലിക്കും മെഡിക്കൽ ടീമിന് വേണ്ടി ബുക്ക് ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ICU സെറ്റപ്പ് ഉണ്ടാവും. ആൻഡ് നമ്മൾ ഫ്ലൈ ചെയ്യും. അതിൻ്റെ ബെസ്റ്റ് പാർട്ട് ഈസ് നമ്മുടെ അക്കോർഡിംഗ്ലി ചെയ്യാം, നമ്മുടെ ടൈമിൻ്റെ അക്കോർഡിംഗ്ലി ചെയ്യാം. ഇപ്പോൾ പേഷ്യൻറ്റ് സേ ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ ഇടുന്ന സമയത്ത് ഇച്ചിരി എന്തെങ്കിലും ക്രിട്ടിക്കാലിറ്റി വന്നു, കുഴപ്പമില്ല, നമുക്ക് വി ക്യാൻ വെയിറ്റ് 2-3 hours, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടപ്പോൾ ടേക്ക് ഓഫ് ചെയ്യാം, നോ പ്രോബ്ലം. സെക്കൻഡ്ലി അപ്രൂവൽ ടൈം വളരെ കുറവാണ്. കാരണം ഇറ്റ്സ് ഇൻസ്റ്റൻറ്റ് അപ്രൂവൽ. ഡെഡിക്കേറ്റഡ് എയർ ആംബുലൻസിന് വിതിൻ 3-4 hours നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം ബേസിക്കലി. സോ ആൻഡ് തേർഡ്ലി കംപ്ലീറ്റ് ICU സെറ്റപ്പ് ആവും. അതായത് ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഈ കണ്ടേജിയസ് ഡിസീസ് ഉണ്ട്, അതായത് ഫോർ കോവിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൈ ടച്ച് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ബൈ എയർ ട്രാൻസ്ഫർ ആവുന്ന ഡിസീസാണ്. സോ നമുക്ക് പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ്, ബട്ട് അതിൻ്റെ ഡൗൺ സൈഡ് പറഞ്ഞാൽ സിൻസ് ഇറ്റ് ഈസ് എ പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ബട്ട് അഗെയിൻ നമ്മൾ ഹോസ്പിറ്റൽ ബിൽസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ബട്ട് ഒരു ഡെഡിക്കേറ്റഡ് എയർ ആംബുലൻസ് ട്രാൻസ്ഫർ പറഞ്ഞാൽ ജനറലി ഒരു നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. സെക്കൻഡ്ലി കമേഴ്ഷ്യൽ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ഈസ് ബേസിക്കലി നമ്മുടെ നോർമലി ഫ്ലൈ ചെയ്യുന്ന എയർലൈൻസ്, അതായത് എമിറേറ്റ്സ്, എയർ ഇന്ത്യ, ഇൻഡിഗോ, സോ ഓൺ ആൻഡ് സോ ഫോർത്ത്, സൗദിയ, ഒമാൻ എയർ. ഈ ജനറലി ഫ്ലൈ ചെയ്യുന്ന എയർലൈൻസിലത്തെ ഒരു സെക്ഷൻ നമ്മൾ റിസർവ് ചെയ്യും, ഒരു ബ്ലോക്ക് ചെയ്യും. ജനറലി ഇറ്റ് ഈസ് ടെയിൽ എൻഡിൻ്റെ റൈറ്റ് സൈഡാണ്. സോ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് 6 to 9 seats ഐദർ ബെൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ചില എയർലൈൻസിൽ റിമൂവ് ചെയ്യും. എന്നിട്ട് അവിടെ സ്ട്രെച്ചർ വെച്ചിട്ട് അതിലെല്ലാം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു മിനി ICU സെക്ഷൻ ഉണ്ടാക്കും, കർട്ടൻ എല്ലാം വെച്ചിട്ട്. ബട്ട് ദ പ്രോബ്ലം ഈസ് ടൈമിങ് നമ്മുടെ കൺട്രോളിലല്ല. ബിക്കോസ് എയർലൈൻ്റെ എന്താ ടൈം അതിൻ്റെ അക്കോർഡിംഗ്ലി ആണ്. പിന്നെ സെക്കൻഡ്ലി അതിൻ്റെ അപ്രൂവലിന് മിനിമം ടു മിനിമം ഒരു 3 to 4 days പിടിക്കും. നമ്മൾ ചില സിറ്റുവേഷൻ അതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഈസ് എ വെരി റെയർ സിനാരിയോ. ബട്ട് ജനറലി ഒരു 3 to 4 days മിനിമം എന്തായാലും പിടിക്കും എല്ലാ അപ്രൂവലിന് വേണ്ടിയിട്ട്. സോ അതാണ് കമേഴ്ഷ്യൽ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ. ബട്ട് അത് അഫോർഡബിൾ ആണ്. ആൻഡ് ക്രിട്ടിക്കൽ പേഷ്യൻറ്റ് ട്രാൻസ്ഫേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട്. ICU പേഷ്യൻറ്റ് ട്രാൻസ്ഫേഴ്സ്, വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിൻ്റെ ട്രാൻസ്ഫേഴ്സ്, ഇതെല്ലാം നമ്മൾ ഡെയിലി ബേസിസിൽ ചെയ്യുന്നതാണ് ഇൻ കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കണ്ടേജിയസ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം പാസഞ്ചേഴ്സും ഉണ്ട് സൈഡിൽ. സോ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല അവരെന്നെ. അങ്ങനെ ദിസ് ആർ ദി 2 ways നമ്മൾ ചെയ്യുന്നത്. ബട്ട് മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ബെഡ് ടു ബെഡ്
നമുക്ക് എത്ര ക്രിട്ടിക്കൽ പേഷ്യൻ്റ് ആണെച്ചാലും ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് അതിൻ്റെ ഫെസിലിറ്റീസ് ഉണ്ടാവും എയർക്രാഫ്റ്റിൽ. ഓക്കെ. അപ്പം ഈ ഓരോ രോഗികളും വ്യത്യസ്ത രോഗങ്ങളുള്ളവരായിരിക്കും. അതെ. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ ഡോക്ടേഴ്സ് ആണെങ്കിലും അതുങ്ങളുടെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സ് ഇതിൻ്റെ അതെ. മെഡിക്കൽ ടീമിൻ്റെ എങ്ങനെയാണ് എല്ലാ തരം രോഗങ്ങളും ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണോ? സോ മെഡിക്കൽ ട്രാൻസ്ഫർ വരുമ്പോൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മെഡിക്കൽ ഇവാലുവേഷനാണ്. മെഡിക്കൽ ഇവാലുവേഷൻ ആദ്യം നമ്മൾ റിപ്പോർട്ട് നോക്കും, പേഷ്യൻ്റെ റിപ്പോർട്ട് നോക്കും. റിപ്പോർട്ടിൽ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും ഇത് ഏത് കാറ്റഗറിയിലത്തെ പേഷ്യൻ്റ് ആണെന്നുള്ളത്. സോ ദർ സർട്ടൻ കാറ്റഗറീസ് ഞങ്ങൾ വിതിൻ ദ കമ്പനി ചെയ്യുന്നത്. സോ ആ കാറ്റഗറിയിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറോ നഴ്സോ അല്ലെങ്കിൽ ബേസിക്കലി മെഡിക്കൽ ടീം പേഷ്യൻറ്റിനെ അവിടെ പോയിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അതുവരെ അവിടെ എത്താൻ പറ്റാത്ത സ്ഥലമാണെന്ന് വെച്ചാൽ അവിടുത്തെ മെഡിക്കൽ ടീമിനെ ആയിട്ട് നമ്മൾ വീഡിയോ കോൺഫറൻസിങ്ങിൽ മെഡിക്കൽ ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യും ഇതിൻ്റെ ഏത് മെഡിക്കൽ ഗ്രൂപ്പ് ആണെന്നുള്ളത് ആൻഡ് എത്ര മെഡിക്കൽ ഗ്രൂപ്പ് ആണ്. മേ ബി ഇറ്റ് ക്യാൻ ബി ഒരു 1 ഡോക്ടർ, ഇറ്റ് ക്യാൻ ബി 2 ഡോക്ടേഴ്സ്, 1 ഡോക്ടർ 1 നഴ്സ് ഓർ ജസ്റ്റ് 1 നഴ്സ് ഓൾസോ. ഓക്കെ. സോ അങ്ങനെ നമുക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ എല്ലാ മെഡിക്കൽ ക്രൂവും ഫ്ലൈറ്റ് ഏവിയേഷൻ മെഡിസിൻ ട്രെയിൻഡ് ആണ്. അതായത് പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ആസ് വെൽ ആസ് നമ്മുടെ ഇക്വിപ്മെൻറ്റ്സിൻ്റെ കണ്ടീഷൻസ്, ഇക്വിപ്മെൻറ്റ്സിൻ്റെ പാരാമീറ്റേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും അറ്റ് ഗ്രൗണ്ട് ലെവൽ ആൻഡ് അറ്റ് 35,000 feet. ആൻഡ് ചില സമയത്ത് ഇങ്ങനത്തെ പേഷ്യൻ്റ് ട്രാൻസ്ഫേഴ്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് വേറിൻ അക്കോർഡിംഗ് ടു പേഷ്യൻ്റ് മെഡിക്കൽ കണ്ടീഷൻ നമുക്ക് കമ്പൽസറി ആണ് ദാറ്റ് ഒരു സർട്ടൻ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളത്. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഫ്രം ദുബായ് ടു സ്വിറ്റ്സർലാൻഡ്. അതിൽ കമ്പൽസറി ആണ് ദാറ്റ് പേഷ്യൻറ്റ് അതായത് ക്യാബിൻ്റെ അകത്തെ ആൾട്ടിറ്റ്യൂഡ് ഹൈറ്റ് 2,000 feet അക്കോർഡിംഗ്ലി തന്നെ വേണം എന്നുള്ളത്. അതായത് എയർക്രാഫ്റ്റ് ഒരു 20,000 to 25,000 feet ഇടയ്ക്ക് തന്നെ ഫ്ലൈ ചെയ്യണം. അത് കമ്പൽസറി ആണ്. സോ അങ്ങനത്തെ ചില റിസ്ട്രിക്ഷൻസ് വരും മെഡിക്കലി ആൻഡ് അതർവൈസ് ഓൾസോ. അതിൻ്റെ അക്കോർഡിംഗ്ലി നമ്മൾ മെഡിക്കൽ ക്രൂ ഡിപ്ലോയ് ചെയ്യും ഏത് മെഡിക്കൽ ക്രൂ ഫ്ലൈ ചെയ്യണം എന്നുള്ളത്. സോ അങ്ങനെയാണ് നമ്മൾ ഇന്റർണലി സ്ട്രക്ചർ ചെയ്തത് കമ്പനീനെ. ഓക്കെ. അപ്പം ഈ ഒരു അഡ്വാൻസ്ഡ് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ഒരു ഇതാണെന്ന് വിചാരിക്കും. ഇപ്പം നാട്ടിൽ നിന്ന് US പോകുന്ന കുറേ അവേഴ്സുള്ള ഒരു ജേണിയാണ്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഇപ്പം സാധാരണക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എയർ പോക്കറ്റ്സ് ഒക്കെ വരുന്നു, അല്ലെങ്കിൽ ജെർക്ക് വരുന്നു, കുറേ കണ്ടിന്യൂസ് ട്രാവലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് ഇല്ലേ ഇതിനകത്ത്? അതെങ്ങനെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങൾ ഒന്ന് പറയുന്നത് ലോങ് ഫ്ലൈറ്റ്സ് ആണെന്ന് വെച്ചാൽ നമ്മൾ മോസ്റ്റ്ലി പേഷ്യൻ്റെ കംഫർട്ടിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കും ദാൻ ഇക്കണോമി. പേഷ്യൻ്റ് സേഫ്റ്റി എന്തായാലും ഉണ്ട്, മെഡിക്കൽ സേഫ്റ്റി എന്തായാലും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് പേഷ്യൻ്റ് സേഫ്റ്റിയാണ്, സെക്കൻഡ് ഇക്കണോമിക്കൽ അഫോർഡബിലിറ്റി ആണ്, തേർഡ് നമ്മൾ ഇച്ചിരി കംഫർട്ടെല്ലാം നോക്കുള്ളൂ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് ലോങ് ജേർണിയാണ്. സോ വി take patient comfort as very serious concern. അതുപോലെ നമുക്ക് if we feel as a company that patient-ന് നമുക്ക് കംഫർട്ട് കൊടുക്കാൻ പറ്റില്ല in this particular price range, നമ്മൾ പേഷ്യൻ്റ് ട്രാൻസ്ഫർ അവോയ്ഡ് ചെയ്യും. നമ്മൾ ഫാമിലിയോട് സ്ട്രേറ്റ് പറയും പറ്റില്ല എന്നുള്ളത്. കാരണം അതൊരു വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ലോങ് ജേർണിയിൽ. കാരണം പേഷ്യൻ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് റിക്കവറും ചെയ്യണം. സോ എത്ര നമ്മൾ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എത്ര പേഷ്യൻ്റെ ബോഡിക്ക് സ്ട്രെസ് കുറവ് കൊടുക്കണോ അത്രയും റിക്കവറി ഫാസ്റ്ററും. സോ നമ്മളതുകൊണ്ട് പേഷ്യൻ്റ് ട്രാൻസ്ഫറിൽ ഒരു സേഫ്റ്റി ഒരു കംഫർട്ട് ഒരു പ്രൈമറി കൺസേൺ ആയിട്ട് തന്നെ വയ്ക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ വെരി സ്പെസിഫിക്കലി, നമ്മൾ സിൻസ് കംഫർട്ട് ഈസ് പ്രയോറിറ്റി നമ്മൾ അവർക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് കൊടുക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഒരു പേഷ്യൻ്റ് ട്രാൻസ്ഫർ ചെയ്തു ദുബായ് ടു ഡാലസ്, ഒരു 22 hours പേഷ്യൻ്റ് ജേർണിയാണ്. സോ ഇക്കണോമിക്കലി അഫോർഡബിൾ ഓപ്ഷൻ പറഞ്ഞാൽ ഇച്ചിരി ചെറിയ എയർക്രാഫ്റ്റ് ആയിരുന്നു വിത്ത് 2 stops റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ചെയ്യില്ല അത് 2 stopsൽ. കാരണം പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്, അറ്റ് ദ സെയിം ടൈം റിക്കവറിക്ക് സാധ്യത കുറവാണ്. സോ വാട്ട് വി അഡ്വൈസ് ദം ഈസ് എ ബിഗർ ജെറ്റ്, ഗൾഫ് സ്ട്രീം G550. അതിൽ ഒരു പ്രാവശ്യം ലാൻഡ് ചെയ്താൽ മതി ഐസ്ലൻഡിൽ, റീഫ്യൂൽ ചെയ്യുക, അരമണിക്കൂറിൽ ടേക്ക് ഓഫ് ചെയ്യാം. സോ എത്ര നമ്മൾ അസെൻറ്റും ഡിസെൻറ്റും ചെയ്യുന്ന അത്രയും പേഷ്യൻ്റെ ബോഡിക്ക് സ്ട്രെസ്. സോ വി അഡ്വൈസ് ദിസ് ഓപ്ഷൻ ആൻഡ് പേഷ്യൻറ്റ് സേഫ്ലി വെൻറ്റ് അവിടെ എത്തി സേഫ്ലി ഇപ്പോൾ റിക്കവർ ആവുന്നുണ്ട്. സോ അത് ഒന്ന് നമ്മുടെ മെഷീൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇക്വിപ്മെൻറ്റ്സ് ആയിക്കോട്ടെ, എയർക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഏത് എയർക്രാഫ്റ്റ് ആണ്. സെക്കൻഡ്ലി മെഡിക്കൽ ക്രൂ. ഇത്ര ലോങ് ജേർണിയിൽ മെഡിക്കൽ ക്രൂ ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റ് തന്നെ വർക്ക് ചെയ്യണം. ഒരാൾ പോയിട്ട് കാര്യമില്ല. മെഡിക്കൽ ക്രൂ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് വിൽ ഗെറ്റ് വെരി ടയർഡ്, വെരി എക്സോസ്റ്റഡ് ആവും. അപ്പോൾ നമ്മൾ മാക്സിമം മെഡിക്കൽ ക്രൂ കൂടെ പറഞ്ഞേക്കും, 2-3 മെഡിക്കൽ ക്രൂ മിനിമം. ഇത്ര ലോങ് ജേർണിയാണ്. അപ്പോൾ കൊച്ചി ടു US വന്നത്, അപ്പോൾ മിനിമം 3 മെഡിക്കൽ ക്രൂ എന്തായാലും വേണം ഫ്ലൈറ്റിൽ, അല്ലാതെ നമ്മൾ ചെയ്യില്ല. സോ അങ്ങനെ നമ്മൾ ഇച്ചിരി പോളിസീസ് നമ്മൾ കമ്പനിയുടെ അകത്ത് വെച്ചിട്ടുണ്ട് വിച്ച് ഹെൽപ്സ് ദി പേഷ്യൻ്റ് ആൻഡ് ദി ഫാമിലി.
അതുകൊണ്ട് തന്നെ ഈ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അതെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. അതെ എങ്ങനെയാണ് നിങ്ങളുടെ സക്സസ് റേറ്റ് നിങ്ങൾ തന്നെ റേറ്റ് ചെയ്യുകയാണെങ്കിൽ? നമ്മുടെ സക്സസ് റേറ്റ് ആക്ച്വലി വളരെ നല്ലതാണ് കമ്പയർഡ് ടു മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ്. ആൻഡ് പേഴ്സണലി ഇതെനിക്കൊരു പ്രൗഡ് മൂമെൻറ്റാണ്. നമ്മുടെ പേഷ്യൻറ്റ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയും. അതായത് പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ഓൺ ബോർഡ് ഡെത്ത് എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അത് പേഷ്യൻറ്റ് ഫെറ്റാലിറ്റി ആയിട്ടാണ് കൗണ്ട് ചെയ്യുക. നമ്മുടെ ഇതുവരെയ്ക്കുള്ള പേഷ്യൻറ്റ് ട്രാൻസ്ഫേഴ്സിൽ വെറും ഒരു പേഷ്യൻറ്റ് ഫെറ്റാലിറ്റി നടന്നിട്ടുള്ളൂ. ആൻഡ് അതും ലൈക്ക് ഓൾറെഡി നമ്മൾ പറയുന്നു പേഷ്യൻറ്റ് ഫാമിലിയോട് ദാറ്റ് ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ബട്ട് എന്തിനായാലും അവർക്ക് ബേസിക്കലി ഈ കേസിൽ പേഷ്യൻറ്റ് ചൈനയിൽ സ്റ്റക്കായിരുന്നു. സോ എന്തിനായാലും അവർക്ക് അവിടുന്ന് പുറത്തോട്ട് എടുക്കണമെന്നായിരുന്നു. ഓക്കെ. കാരണം അവിടെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ ഫോർമാലിറ്റീസ് എല്ലാം കൂടുതലാണ്. സോ പേഷ്യൻറ്റ് ഫാമിലി വാസ് വെരി ഓക്കെ വിത്ത് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞിട്ട് ചെയ്തതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതല്ലാതെ വേറെ ഒരു പേഷ്യൻറ്റ് ഫെറ്റാലിറ്റി നമ്മുടെ ഇതുവരെ പേഷ്യൻറ്റ് അതായത് ട്രാൻസ്ഫറിൽ നടന്നിട്ടില്ല. ടോട്ടൽ എത്ര ഇപ്പം പേഷ്യൻസിനെ നമ്മളിപ്പോൾ നിങ്ങൾ ക്ലോസ് ടു 2000 പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരേ ഒരു പേഷ്യൻ്റ് ആണ്, അത് പേഷ്യൻ്റ് ആണ്. ക്രിട്ടിക്കലായിരുന്നു വളരെ. അതെ അതെ അതെ. ഓക്കെ, ബാക്കി എല്ലാ പേഷ്യൻസും സേഫ്ലി ആൻഡ് സൗണ്ട്ലി എത്തി വിതൗട്ട് എനി കോംപ്ലിക്കേഷൻസ്. ഗ്രേറ്റ്. ആക്ച്വലി കാര്യമായിട്ട് കോംപ്ലിക്കേഷൻസ് വന്ന ഒറ്റ കേസ് നമ്മൾ ഓക്കെ, റിക്കവറി റേറ്റോ അത് നോക്കും, നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടോ ഒരു ഒന്ന്? നമ്മൾ എല്ലാ പേഷ്യൻറ്റും നോക്കില്ല. കാരണം ചില പേഷ്യൻസ് ലോങ് ടേം കെയറിൽ പോകും. അതായത് അവർ സോ ടു സേ ജീവിതകാലം ബെഡ് ബൗണ്ട് തന്നെ ആവും. ബട്ട് അറ്റ് ദ ഓക്കെ. സെയിം ടൈം ദേ വിൽ ബി വിത്ത് ദർ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഓൾ. അത് അല്ലാതെ ഞാൻ പേഴ്സണലി ആൻഡ് ആസ് വെൽ ആസ് നമ്മുടെ ടീമും നമ്മൾ കേസ് മാനേജേഴ്സ് എന്ന് പറയും. അതായത് എല്ലാ കേസിനും ഒരു കേസ് മാനേജർ ഉണ്ടാവും. ഓക്കെ. സോ ഈ കേസ് മാനേജേഴ്സും പിന്നെ ഞാൻ പേഴ്സണലി ഹാൻഡിൽ ചെയ്യുന്ന കേസസും നമ്മൾ ഫാമിലീസിനെ ടച്ചിലുണ്ട്. ആൻഡ് മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസ് നമ്മുടെ റിക്കവർ ആയിട്ട് വന്നു. ഇൻഫാക്ട് ഞങ്ങളുടെ ഫസ്റ്റ് പേഷ്യൻറ്റ് ഞങ്ങൾ കൊണ്ടുപോയ പേഷ്യൻറ്റ് എന്നിട്ട് അവർ തിരിച്ച് വന്നിട്ട് പുള്ളിനെ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ ഓഫീസിൽ വന്നു. ഞങ്ങളതിനെ മീറ്റ് ചെയ്തു. ഞങ്ങളതിനെ പുള്ളിയുടെ വീട്ടിൽ ലഞ്ചിന് വിളിച്ചു. സോ അങ്ങനെ സോ ഇതൊക്കെ ഒരു പ്രൗഡ് പ്രൗഡ് മൊമെൻ്റ് ആണ് മൊമെന്റ് ആണ്. നമുക്ക് പ്രൗഡ് എന്ന് ആസ് പറഞ്ഞാൽ എ സാധാരണ കമ്പനി. മനസ്സ് നിറയുന്ന ഒരു അതെ അതെ സമയം എന്ന് പറയുന്നത്, കാരണം ലൈഫുമായിട്ടാണ് അത് അതെ അതെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെ അതെ. ഓക്കെ. പിന്നെ ഇങ്ങനത്തെയുള്ള ഇപ്പോൾ വാർ സോണിൻ്റെ കാര്യം പറഞ്ഞു, ഒത്തിരി റിസ്ക് എടുത്ത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതെ ഒത്തിരി ഓഫ് കോഴ്സ്. ഒത്തിരി ഉണ്ടാവും. അതെ. അതിലേറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മെമ്മറി ഷെയർ ചെയ്യാം. നമ്മുടെ ഒരു പേഷ്യൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു കാന്ദഹാറിന്. ബേസിക്കലി പുള്ളി സ്വീഡൻ നാഷണലാണ്. പക്ഷെ അഫ്ഗാനിസ്ഥാനിലായിരുന്നു ജനിച്ചത്. കുറേ വർഷങ്ങൾ ഒരു അറൗണ്ട് 55 ഇയേഴ്സ് മുന്നേ പുള്ളി സ്വീഡനിലോട്ട് മൈഗ്രേറ്റ് ആയി. ഓക്കെ. എന്നിട്ട് അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. സോ പുള്ളിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ദാറ്റ് പോയിട്ട് നാടെല്ലാം കാണണം എന്നുള്ളത്, വേർ ഹി ഗ്രൂ അപ്പ് എന്നോൾ. സോ പുള്ളി അഫ്ഗാനിസ്ഥാനിൽ പോയി എന്നിട്ട് കാന്ദഹാറിൽ അവിടെ എത്തി. ആ സമയത്ത് അവിടെ ബേസിക്കലി താലിബാനും അമേരിക്കയുടെ ഇച്ചിരി വാർ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ നടക്കുകയായിരുന്നു. അതെ. സോ ആൻഡ് അവിടെ പുള്ളിക്കാരന് കാർഡിയക് അറസ്റ്റ് വന്നു, ക്രിട്ടിക്കലായി. എന്നിട്ട് അവരുടെ ഫാമിലി സ്വീഡിഷ് ഗവൺമെൻറ്റിനെ കോൺടാക്ട് ചെയ്തു. സോ സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ വക സ്വീഡിഷ് നാഷണൽസിന് സ്വീഡിഷ് ഗവൺമെൻറ്റിൻ്റെ വക മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ഫ്രീ ആണ്. സ്വീഡിഷ് ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് ചെയ്യും ഫോർ ദെയർ നാഷണൽസ് അക്രോസ് ദി വേൾഡ്. പക്ഷേ ഈ കേസിൽ അവർ പറഞ്ഞു ദേ കനോട്ട് ഹെൽപ്പ് ദിസ് ഫാമിലി ബിക്കോസ് താലിബാനെ അവർ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇച്ചിരി ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ബേസിക്കലി. സോ ഫാമിലി UN റീച്ച് ഔട്ട് ചെയ്തു, നമ്മളതിനെ റീച്ച് ഔട്ട് ചെയ്തു. അങ്ങനെ UN ഞങ്ങളും കോർഡിനേഷനിൽ, UN മീൻസ് യുണൈറ്റഡ് നേഷൻസും ഞങ്ങളും കോർഡിനേഷനിൽ വർക്ക് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ ഞങ്ങളുടെ ടീം അവിടെ പോയി കാന്ദഹാറിൽ. എന്നിട്ട് കാന്ദഹാറിന് പേഷ്യൻറ്റിനെ ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ദുബായിലോട്ട് കൊണ്ടുവന്നു. ദുബായിൽ നിന്ന് പിന്നെ സ്വീഡിഷ് ഗവൺമെൻറ് മിഷൻ ടേക്ക് ഓവർ ചെയ്തു. ഓക്കെ. സോ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് മിഷനായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. ബിക്കോസ് നിറച്ചും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ ബേസിക്കലി എയർക്രാഫ്റ്റ് വേറൊരു സ്ഥലത്ത് നിന്ന് വരികയായിരുന്നു. കാന്ദഹാറിൽ ലാൻഡ് ചെയ്തിട്ട് പേഷ്യൻറ്റിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയായിരുന്നു പ്ലാൻ ടു ടേക്ക് ഓഫ് ചെയ്യുക. പക്ഷേ എയർക്രാഫ്റ്റ് കാന്ദഹാർ എയർ സ്പേസിൽ വന്നപ്പോൾ അവർ ലാൻഡിങ് പെർമിറ്റ് ഡിനൈ ചെയ്തു. ലാൻഡ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുത്തെ ആ സമയത്ത് താലിബാൻ ഗ്രൂപ്പിൻ്റെ വൈസ് പ്രസിഡന്റിനെ മീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ചെയ്തു. എന്നിട്ട് ഫൈനലി ഞങ്ങളുടെ ടീം അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അവിടെ നമ്മൾ അതിന് ടീം പറഞ്ഞയച്ചായിരുന്നു. കാരണം ഇങ്ങനത്തെ പേഷ്യൻറ്റ് ട്രാൻസ്ഫറിൽ സിൻസ് നമ്മൾ ഇത്രയും പേഷ്യൻറ്റ് ട്രാൻസ്ഫർ കണ്ടിട്ടുണ്ടോ, ഇങ്ങനത്തെ ചില പേഷ്യൻറ്റ് ട്രാൻസ്ഫർ നമുക്ക് അറിയാം ആദ്യം തന്നെ ദാറ്റ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത്. സോ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ടീം ഓഫ് എക്സ്പെർട്സിനെ നമ്മൾ അങ്ങോട്ട് ഓൺ ഗ്രൗണ്ട് അയക്കും. അപ്പോൾ അങ്ങനെ പോവാൻ തയ്യാറായി അവർ? നമ്മുടെ ടീം പോയി അവിടെ. പോയി. ഫുൾ സെക്യൂരിറ്റി എല്ലാം ആയിട്ട് നമ്മുടെ ടീം പോയി. ആൻഡ് അവിടെ പ്രശ്നമൊന്നും പറഞ്ഞില്ല. ദേ വർ വെൽക്കംഡ് വെരി വെൽ ബൈ ബോത്ത്. എന്താ പറയുക, ആ സമയത്ത് കാബൂളിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റും പിന്നെ ഇവിടെ കാന്ദഹാറിൽ ഉണ്ടായിരുന്ന താലിബാന്റെ ഗവൺമെന്റും രണ്ടുപേരും നന്നായിട്ട് വെൽക്കം എല്ലാം ചെയ്തു. നോ പ്രോബ്ലം.
ദേ ആ. വെരി കോപ്പറേറ്റീവ്. പക്ഷേ ആ സമയത്ത് വേറൊരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ സമ്മതിച്ചില്ല. സമ്മതിച്ചില്ല. ആ. സോ നമ്മളിങ്ങനെ വൈസ് പ്രസിഡന്റ് അടുത്ത് പോയി എന്നിട്ട് ഇങ്ങനെ സിറ്റുവേഷൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ആൻഡ് ദെൻ ദേ വർ ഓക്കെ. ഇമ്മീഡിയറ്റ്ലി ലാൻഡിംഗ് പെർമിറ്റ് തന്നു. ഉം. പ്ലെയിൻ ലാൻഡ് ചെയ്തു. പേഷ്യൻറ്റിനെ പ്ലെയിനിലാക്കിയിട്ട് ടേക്ക് ഓഫ് ചെയ്തു പെട്ടെന്ന് തന്നെ. ഓ, സോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അതെ ആയിരുന്നു. അതെ അതെ. എന്നിട്ട് ആ പേഷ്യന്റ് ഇവിടെ എങ്ങോട്ട്? പേഷ്യൻറ്റ് പിന്നെ ദുബായിൽ വന്നു. എന്നിട്ട് ദുബായിൽ നിന്ന് സ്വീഡിഷ് ഗവൺമെൻറ് ടേക്ക് ഓവർ ചെയ്തു മിഷൻ. എന്നിട്ട് സ്വീഡനിലെത്തി. ഉം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ ഫുൾ ഫാമിലി ഇങ്ങോട്ട് ദുബായിലോട്ട് വന്നിരുന്നു നമ്മളതിനെ താങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ. എന്നിട്ട് ഞങ്ങൾ ആദ്യം ഒരു ദിവസം അവരെ ലഞ്ചിൽ ഹോസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരൊരു ദിവസം ഡിന്നറിന് ഹോസ്റ്റ് ചെയ്തു. ആ. സോ അങ്ങനെ കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവിടെ അവരെ ഫാമിലിനെ സ്വന്തമായിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്തു അവിടെ സ്വീഡനിൽ. പിന്നെ അവിടെ നിന്ന് നമുക്ക് ഇച്ചിരി കേസസ് ചെയ്തു നമ്മൾ. ഓക്കെ. സോ അങ്ങനെ ചെയ്തു. സോ ദിസ് പർട്ടിക്കുലർലി വാസ് എ വെരി കോംപ്ലിക്കേറ്റഡ് മിഷൻ. അറൗണ്ട് ഒരു 4-5 ഡേയ്സിൻ്റെ കംപ്ലീറ്റ് മെറ്റിക്കുലസ് പ്ലാനിങ് കഴിഞ്ഞിട്ടാണ് ഇത് എക്സിക്യൂഷൻ നടന്നത്. ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്കും ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. ഇങ്ങനെയൊക്കെ ഡീൽ ചെയ്യുന്ന ആളുകൾ അതെ UN ആയിട്ട് ഡീൽ ചെയ്യുന്നു, അതെ ആ, അതെ താലിബാൻ ഗവൺമെന്റ് ആയിട്ട് ഡീൽ അതെ ചെയ്യുന്നു. അതെ അതെ. ഇതൊക്കെ അതെ. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഗ്രേറ്റ്. താങ്ക് യു. സോ ഇനി സക്സസ്ഫുൾ ട്രാൻസ്ഫർ കഴിഞ്ഞ് ഇതുപോലെ ഇപ്പോൾ ഒരു കുടുംബാംഗങ്ങളുടെ ഇമോഷണൽ റെസ്പോൺസ് അതെങ്ങനെയാണ്? ലൈക്ക് സാധാരണ ഇത് ബിയോണ്ട് മണിയാണ്, അതെ ലൈഫാണ്. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസസ്. സോ ഞങ്ങൾക്ക് ആസ് എ ടീം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈങ് മൊമെൻറ്റ് പറഞ്ഞാൽ പേഷ്യൻ്റ് ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീം നമ്മളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിലെല്ലാവരും ഫാമിലിയുടെ എല്ലാവരും ഉണ്ടാവും, നമ്മുടെ ടീമിലത്തെ എല്ലാവരും ഉണ്ടാവും. നമ്മൾ അപ്ഡേറ്റ് കൊടുക്കും, കോൺസ്റ്റൻറ്റ് അപ്ഡേറ്റ്സ് കൊടുക്കും. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ചോദിക്കും ഹൗ വാസ് ദി എക്സ്പീരിയൻസ്, എന്താണ് ഞങ്ങൾക്ക്. ഇല്ലെങ്കിൽ നമ്മൾ പറ്റുമെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിക്കും, അല്ലെങ്കിൽ കോളിൽ സംസാരിച്ച് ചോദിക്കും. ഒരു പേഴ്സണൽ ടച്ച് നമ്മളതിനോട്. സോ ആ സമയത്ത് അവർ പറയുന്ന വേർഡ്സ്, ചിലർ ഓഫീസിൽ വന്നിട്ട് നമ്മളതിനെ താങ്ക് യു പറയും, എല്ലാതും ചെയ്യും. സോ ആ ഒരു മൊമെൻ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് ഫീലിംഗ്. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നമുക്ക് മനസ്സിലാവും ദാറ്റ് ഓക്കെ ദിസ് വാസ് ഓൾ വർത്ത് ഇറ്റ് എന്നുള്ളൊരു മൂമെൻറ്റ് വരും. അങ്ങനെ. സോ ഏറ്റവും ബെസ്റ്റ് ഫീലിംഗ് അത് ആക്ച്വലി സത്യം പറഞ്ഞു വെച്ചാൽ. ആൻഡ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ യെസ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓഫ് ദി കമ്പനി ഒരു പ്രൈമറി ഗോളായിരുന്നു. ബട്ട് ഇപ്പോൾ നമ്മൾ മാക്സിമം റൂട്ട് ചെയ്യുന്നത്, മാക്സിമം ലുക്ക് ഔട്ട് ചെയ്യുന്നത് പേഷ്യൻ്റ് ഫാമിലി സാറ്റിസ്ഫാക്ഷൻ ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പിന്നെയും വരും, പക്ഷേ ദിസ് ഇസ് സംതിങ് ദാറ്റ് വി കനോട്ട് ബൈ. ഇത് എന്തായാലും ചെയ്തിട്ട് തന്നെ നമുക്ക് പറ്റുള്ളൂ. ഇപ്പം ഈ ഒരു പക്ഷെ വർക്കിംഗ് എപ്പോഴും ഒരു ഹൈ പ്രഷർ എൻവയോൺമെന്റിലാണ്. ഇപ്പം ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ ഒത്തിരി ശ്രമിച്ച് അപ്പോഴൊന്നും കിട്ടുന്നില്ല. പിന്നെ പേഷ്യന്റിന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉള്ള പേഷ്യൻ്റ് ആണ്, ഡിലേ ആവും. അപ്പം നമ്മൾ ലാസ്റ്റ് പോഡ്കാസ്റ്റ് തന്നെ മാറ്റി വെച്ചത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടാണ്. പക്ഷെ ഇത്രയും ഭയങ്കര കെയറിങ് ആയിട്ട് ഇതുപോലെ ഓരോ കേസും പ്രഷ്യസ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പം ഇങ്ങനത്തെ എങ്ങനെയാണ് ഈ വർക്ക് അണ്ടർ പ്രഷർ? ഈ ടീം മൊത്തം ഒരാൾ മാത്രം, ഇപ്പം നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മുടെ മനസ്സ് അങ്ങനെയാണ്, നമുക്ക് വളരെ എമ്പതി വർക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അത് ഈസി ആയിരിക്കും. പക്ഷെ ഒരു ടീം മൊത്തം അങ്ങനെ നിൽക്കുന്ന, അവരങ്ങനെ കൊണ്ടുപോകുന്നെങ്കിൽ അത് എളുപ്പമല്ല. എങ്ങനെയാണ് നടക്കുന്നത്? ഇത് ബേസിക്കലി സ്റ്റാർട്ട് ആവുന്നത് നമ്മൾ ആസ് ടീം മെമ്പറായിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ വെച്ചിട്ടാണ്. സോ നമ്മുടെ കമ്പനിയിൽ ബേസിക്കലി HR ഇല്ല. റിക്രൂട്ട്മെന്റ് ടീം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ HR ആയിട്ട് ഇല്ല. സോ ടീമിൽ ആരെയും എടുക്കുകയാണെന്ന് വെച്ചാലും, ഏത് ഡെസിഗ്നേഷനിൽ എടുക്കുകയാണെന്ന് വെച്ചാലും ഞാൻ പേഴ്സണലി എന്തായാലും മീറ്റ് ചെയ്യും, എന്നിട്ടാണ് ഫൈനൽ കോൾ എടുക്കുള്ളൂ. സോ ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ സ്കിൽസ്, ടാലൻറ്റ്, എക്സ്പീരിയൻസ് ഇതൊന്നും ഞാൻ നോക്കില്ല. അതെല്ലാം ടീം മെമ്പേഴ്സ് ഓൾറെഡി വെറ്റ് ചെയ്തിട്ടുണ്ടോ. സോ ഞാൻ മേജർ നോക്കുന്നത് പർപ്പസാണ്. സോ വൈ ഡു ദേ വോണ്ട് ടു ജോയിൻ ദ ടീം, വൈ ആർ ദേ ഹിയർ ഇൻ ദുബായ്, വൈ ഡിഡ് ദേ ലീവ് ദെയർ ഹോം കൺട്രി ആൻഡ് കം ടു ദുബായ്. അതൊക്കെയാണ് ഞാൻ മേജർ നോക്കുന്നത്. സോ അതൊരു പർപ്പസ് ഡ്രിവൺ പേഴ്സൺ ആണ്. എന്നാൽ ഈ വാല്യൂസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂസ് ഓട്ടോമാറ്റിക്കലി വരും. അത് പർപ്പസ് ഡ്രിവൺ അല്ല, ഓൺലി മണി ഡ്രിവൺ ആണ്. ഇല്ലെങ്കിൽ ഓൺലി സേ ഓക്കെ എൻ്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് ഞാൻ പോവുക, അങ്ങനത്തെ രീതിയിലാണെന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് വർക്ക്. സോ നമ്മുടെ ടീം മെമ്പേഴ്സ് അങ്ങനെയാണ് ഹാൻഡ് പിക്ക് ചെയ്തത്. ദാറ്റ് ഓക്കെ, നിങ്ങളുടെ ലൈഫിനൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ വർക്കിനൊരു പർപ്പസ് ഉണ്ട്. അതുവേ കമ്പനിയുടെ വിഷനും എൻ്റെ പേഴ്സണൽ വിഷനും മാച്ച് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ നമ്മൾ ടീമിലെടുക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് നോ പറയും. സോ അതിനാണ് ഈ പറഞ്ഞ വാല്യൂസ് എല്ലാം ഓട്ടോമാറ്റിക്കലി വരുന്നത്. ഗ്രേറ്റ്. ഓരോ മിഷനിലും സേഫ്റ്റി പ്രോട്ടോകോൾസ് അതെങ്ങനെയാണ് ഉറപ്പാക്കുന്നത്? സോ
മെഡിക്കൽ ട്രാൻസ്ഫറിൽ സേഫ്റ്റി പ്രോട്ടോകോൾസ് ജനറലി ആസ് എ കമ്പനി നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. കാരണം ഗവൺമെൻറ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓക്കെ. ബീറ്റ് എയർലൈൻസിൻ്റെ ഗൈഡ് ലൈൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഡെഡിക്കേറ്റഡ് എയർ ആംബുലൻസിൽ ഫ്ലൈ ചെയ്യാന്ന് വെച്ചാൽ FAA ആയിക്കോട്ടെ, അല്ലെങ്കിൽ GCA, അങ്ങനത്തെ ഇച്ചിരി ഓർഗനൈസേഷൻസ് ഉണ്ട്. ഓക്കെ. അവരുടെ ഒരു പ്രോട്ടോകോൾ ഉണ്ട് ദാറ്റ് ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവണം, ദീസ് തിങ്സ് ആർ മാൻഡേറ്ററി. ഇതൊക്കെ ഉണ്ടെച്ചാലേ നമുക്ക് പേഷ്യൻ ട്രാൻസ്ഫർ നമ്മുടെ അപ്രൂവ് ആവുള്ളൂ. കാരണം ഇതിൽ മൾട്ടിപ്പിൾ അപ്രൂവൽസിൻ്റെ ആവശ്യമുണ്ട്. ഒരു പേഷ്യൻ ട്രാൻസ്ഫർ പറഞ്ഞാൽ n number of approvals ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ സെക്ടർ, ഡിപ്പെൻഡിങ് അപ്പോൺ ദി കോംപ്ലിക്കേഷൻ, എക്സെട്ര എക്സെട്ര. സോ സേഫ്റ്റി പ്രോട്ടോകോൾ ആസ് എ കമ്പനി നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ദാറ്റ് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ഈ ഓപ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഓപ്ഷനെ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ആ ലെവൽ വരെയും നമുക്ക് ചെയ്യാം. ബട്ട് ഡ്യൂറിങ് ദി ട്രാൻസ്ഫറിലുള്ള പ്രോട്ടോകോൾസ് എല്ലാം ഗവൺമെൻറ് വക ഓൾറെഡി ഉണ്ട്, ഇറ്റ്സ് ഓൺ പ്ലേസ്. ഓക്കെ. ഇനി നമുക്ക് ഫ്യൂച്ചർ നിങ്ങളുടെ ഒരു വിഷൻ, അതായത് ക്വിക്ലിഫിൻ്റെ ഒരു നിങ്ങളിപ്പോൾ ഇതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണോ, അതോ ഇനി എന്ത് ടൈപ്പ് എക്സ്പാൻഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വിഷൻ. സോ എക്സ്പാൻഷൻ വൈസ് നമ്മൾ ബേസിക്കലി ഇപ്പോൾ കമ്പനീസ് നൗ ഇപ്പോൾ അടുത്ത മാസം 22 മാർച്ചിന് 2 years ആവും കമ്പനിക്ക്. സോ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇച്ചിരി ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നു. ആൻഡ് ഇച്ചിരി ഡൈവേർട്ടും ആയിരുന്നു ഞങ്ങൾ. ഹോം ഹെൽത്ത് കെയർ ആയി, പിന്നെ ഇച്ചിരി പല വെർട്ടിക്കൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബട്ട് ദെൻ വി ഡിസൈഡഡ് ആസ് എ കമ്പനി ദാറ്റ് അതെല്ലാം കട്ട് ഡൗൺ ആയിട്ട് നമ്മുടെ മെയിൻ കോർ ബിസിനസ്സിൽ തന്നെ ഫോക്കസ് ചെയ്യുക, ആൻഡ് അതിനെ ജിയോഗ്രാഫിക്കലി എക്സ്പാൻഡ് ചെയ്യുക. ബേസിക്കലി നമ്മുടെ എൻഡ് ഗോൾ പറഞ്ഞാൽ, എൻ്റെയും ഷോയബിനി എൻ്റെ കോ ഫൗണ്ടറിന് ഞങ്ങളുടെ എൻഡ് ഗോൾ പറഞ്ഞാൽ, ഒരു പോയിന്റ് വരണം വേറിൻ ലോകത്തിൽ എവിടെ നിന്ന് വെച്ച ആൾക്കാർ ഒരു നമ്പറിൽ കോൾ ചെയ്യുക, പ്രെഫറബിളി ടോൾ ഫ്രീ നമ്പർ. അത് ആസ് ഓഫ് നൗ പോസിബിൾ അല്ല ലോകത്തിന് എവിടെ നിന്ന് ഒരു ടോൾ ഫ്രീ നമ്പറിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് പറ്റിച്ചാൽ ഒരു നമ്പറിൽ കോൾ ചെയ്യുക, ആൻഡ് ഇങ്ങനെ പറയുക, ഇവിടെ സ്റ്റക്കാണ്, ഇതാണ് പേഷ്യൻ്റ് കണ്ടീഷൻ, ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്യണം പറയുക. നമ്മുടെ ടീം എത്രയും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് എത്തുന്നു, പേഷ്യൻറ്റിനെ ഇവാക്യുവേറ്റ് ചെയ്യണമെങ്കിൽ റിപ്പാർട്ടേറ്റ് ചെയ്യുന്നു ഇൻ എ വെരി അഫോർഡബിൾ മീൻസ്. അതാണ് നമ്മുടെ ഒരു എൻഡ് ഗോൾ, എൻഡ് വിഷൻ. അതിനാണ് ഫുൾ ടീം വർക്ക് ചെയ്യണം. ബട്ട് ആസ് ഓഫ് നൗ സ്പെസിഫിക്കലി നമ്മൾ സെയിം UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ചെയ്ത് നമ്മൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ. ഇപ്പം വിദേശത്തുള്ള ഒരിക്കൽ എന്താ പറയുക, മെഡിക്കൽ ക്രൈസിസ് നേരിടുന്ന ഒത്തിരി ഫാമിലീസ് ഉണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? വൺ അഡ്വൈസ് ഞാൻ പറഞ്ഞാൽ, ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം ഒന്നും വെയിറ്റ് ചെയ്യണ്ട. കാരണം പേഷ്യൻ്റ് കണ്ടീഷൻ സ്റ്റേബിലൈസും ആവാം, അറ്റ് ദ സെയിം ടൈം ഡീസ്റ്റേബിലൈസും ആവാം. പേഷ്യൻ്റ് ക്യാൻ ഗോ ക്രിട്ടിക്കൽ ഓൾസോ. സോ അതുവരെ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ പ്ലാൻ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. സോ കീപ് ഓൾ യുവർ ഓപ്ഷൻസ് റെഡി. മെഡിക്കൽ ടീം വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തോട്ടെ. മെഡിക്കൽ ടീം ഇവാലുവേഷൻ എല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഞങ്ങളുടെ കമ്പനിയിൽ. സോ മെഡിക്കൽ ടീം വന്നിട്ട് ഇവാലുവേറ്റ് ചെയ്തോട്ടെ. എന്നിട്ട് അവർ പറയാണ് പേഷ്യൻറ്റിനെ സേഫ്ലി കൊണ്ടുപോകാൻ പറ്റും. ദെൻ അത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റ് ഇനി റിക്കവർ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാതിരിക്കുന്നതാണ്, വെയിറ്റ് ചെയ്യാൻ പാടില്ല ബേസിക്കലി. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ n നമ്പർ ഓഫ് എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ട് വേർ പേഷ്യൻ്റ് ഡീസ്റ്റേബിലൈസ് ആയി, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ നമ്മുടെ അടുത്ത് പോയി, സേഫ്ലി കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ പോയി. സോ ആ സേഫ്ലി കൊണ്ടുപോകാനുള്ള വിൻഡോ വരുമ്പോൾ അപ്പോൾ ഡിസിഷൻ എടുക്കുക, എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. അതാണ് ഞാൻ പറയുള്ളൂ. ആൻഡ് സെക്കൻഡ്ലി, ഇൻഷുറൻസ് കമ്പനീസിൽ ചില ഇൻഷുറൻസ് കമ്പനീസിൽ മെഡിക്കൽ എയർ ട്രാൻസ്ഫർ കവർ ആവും. സോ ജനറലി വാട്ട് ഹാപ്പൻസ് ഈസ്, ഫാമിലി നമ്മളോട് ചോദിക്കും ദാറ്റ് മെഡിക്കൽ എയർ ട്രാൻസ്ഫറിൽ കവർ ആവുക ഇല്ല എന്നുള്ളത്. നമ്മൾ അവരുടെ ഇൻഷുറൻസ് കാർഡ് നോക്കിയിട്ട് നമ്മൾ പറയും, ഇല്ല ഇതിൽ കവർ ആവില്ല, ഉണ്ടെച്ചാൽ ഇതിൽ കവർ ആവും എന്നുള്ളത്. അത് ഞങ്ങൾ പറയാണ് പേഷ്യൻ്റ് മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ഇതിൽ കവർ ആവില്ല. ദെൻ വാട്ട് ദേ ഡു ഇസ് ജനറലി അവരുടെ ഏജന്റിന് ഫോൺ ചെയ്യും, ഇൻഷുറൻസ് ഏജന്റിന് ഫോൺ ചെയ്യും, എന്നിട്ട് അവർ ചോദിക്കും. സോ ഇൻഷുറൻസ് ഏജന്റ് ചില സമയത്ത് റോങ് ഇൻഫർമേഷൻ കൊടുക്കും. ദാറ്റ് യെസ് ഇത് കവർ ആവും, ഞാൻ കമ്പനിയോട് റീച്ച് ഔട്ട് ചെയ്യാം, ആൻഡ് ഐ വിൽ ഗെറ്റ് ഓൾ ദി ക്ലോസസ് ആൻഡ് എവറിത്തിങ്, ആൻഡ് ഇതിൽ എത്ര നമ്മുടെ പ്രീമിയം ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഐ ലെറ്റ് യു നോ പറയും. എന്നിട്ട് കമ്പനി തിരിച്ച് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് കഴിഞ്ഞ് നെഗോഷിയേഷൻ, ഇതെല്ലാം കൂടിയും ഒരു 1 വീക്കിൻ്റെ ടൈം പോകും. എന്നിട്ട് വേണ്ടി ഫാമിലി സബ്മിറ്റ്സ് ദി പേപ്പേഴ്സ്. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി അതിലത്തെ എന്തെങ്കിലും നോക്കിയിട്ട് പറയും സോറി ഇത് കാരണം കൊണ്ട് പറ്റില്ല എന്നുള്ളത്. സോ മൈ ഹംബിൾ അഡ്വൈസ് ഈസ്, അതുവേ ഒരു കമ്പനി മെഡിക്കൽ എയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനി, ഞങ്ങൾ നല്ല ഏത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കമ്പനി അത് പറയാണ് ഇതിൽ ഇൻഷുറൻസ് കവേർഡ് ആവില്ല എന്നുള്ളത്. സോ ബിലീവ് ഇൻ അസ് വെൻ വി സേ ഇറ്റ്. കാരണം വി ഡു ഇറ്റ് എവറി ഡേ, ഞങ്ങളുടെ ഡേ ടു ഡേ ജോബാണ്.
ഇല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റിന് അത് പറയാൻ വെച്ചാൽ ടേക്ക് ഇറ്റ് ഇൻ റൈറ്റിംഗ് ദാറ്റ് ഓക്കെ ഇത് കവേർഡ് ആണ് 100% ഇത് ഞങ്ങൾ ചെയ്യും, ഇല്ലെങ്കിൽ യു വിൽ പേ ഫോർ ദി ട്രാൻസ്ഫർ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അതെ. കാരണം ഈ ഒരു പീരിയഡിൽ നമ്മുടെ അഗെയിൻ ആ സേഫ്റ്റി വിൻഡോ പോയി, ആഹാ. പേഷ്യന്റിനെ സേഫ്ലി കൊണ്ടുപോകാൻ Correct. പറ്റുന്നത്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് പറയാം പേഷ്യന്റ് ഫ്രം വൺ പ്ലേസ് ടു അനദർ സേഫ്ലി എത്തണമെന്നാണ്. ആ സേഫ്റ്റി വിൻഡോ ഉള്ളപ്പോൾ ആക്ഷൻ എടുക്കുക. ഓക്കെ, ഗ്രേറ്റ്. സോ ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ലോകത്തെമ്പാടുമുള്ള എല്ലാവരും ഈ ഒരു ക്വിക്ക് ലിഫ് എന്ന് പറയുന്ന ഒരു സർവീസ്, ഈ എയർ ആംബുലൻസ് സർവീസ് അവർക്ക് ഏറ്റവും അവർക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ത്രൂ ഇൻ്റർനെറ്റ്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത് നിങ്ങളായിട്ട്? ദേ ക്യാൻ കോൺടാക്ട് us through ഇന്റർനെറ്റ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ നല്ല ആക്റ്റീവാണ്. പിന്നെ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം, ലിങ്ക്ഡിനിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയയും 24 hours ആരെങ്കിലും ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. കാരണം നമുക്ക് കുറേ പേഷ്യന്റ് ട്രാൻസ്ഫറിന്റെ റിക്വസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്ന് വരും. സോ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് 1-2 ആൾക്കാരെ ഷിഫ്റ്റ് ബൈ ഷിഫ്റ്റ് ബേസിസിൽ ഇരുത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ മാത്രം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഔട്ട് ചെയ്യാം, ഞങ്ങൾ ഡയറക്റ്റ്ലി റീച്ച് ഔട്ട് ചെയ്യാം, ഗൂഗിളിൽ റീച്ച് ഔട്ട് ചെയ്യാം, എനിത്തിങ്. Okay, great. So, thank you so much Thank you. for doing this great job, life changing and life saving beyond borders. Yes. Thank you so much. Thank you. And being a Malayali, I'm so proud to having you. Thank you for having me. And please ഇങ്ങനത്തെ സർവീസ് ഉണ്ട് എന്നുള്ളത് മാക്സിമം ആൾക്കാർ വ്യൂവേഴ്സ് ആയിക്കോട്ടെ. അത് തന്നെയാണ് ഉദ്ദേശം. ഞാൻ yes. ഇംഗ്ലീഷിൽ മാത്രം അത് ചെയ്യാമെന്നായിരുന്നു കരുതിയിരുന്നത്. അതെ. ലാസ്റ്റ് പോഡ്കാസ്റ്റ് അല്ല, ഇത് മലയാളികളും അറിയണം. കാരണം വേൾഡ് വൈഡ് അത്രയും മലയാളികൾക്ക് ആവശ്യമുള്ള, അതെ നമ്മൾ ഇമോഷണലി നമ്മുടെ നാടുമായിട്ട് എപ്പോഴും കണക്റ്റഡ് അതെ ആണ്. of course. അതുകൊണ്ട് ഇത് മലയാളികൾ കണ്ടിരിക്കണമെന്ന് തോന്നി. Of course. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വിളിച്ചത്. 100% ഈ കാണുന്ന ആൾക്കാർ വ്യൂവേഴ്സ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ആൻഡ് ഷെയർ ചെയ്യുന്ന റീസൺ വ്യൂസ് കിട്ടാനല്ല, ഈ പർട്ടിക്കുലർ സർവീസ് അവൈലബിൾ ആണ് എന്നുള്ളത് അതെ മാക്സിമം ആൾക്കാർ വരയ്ക്ക് എത്തണം. അതെ അതെ. അതാണ് നമ്മുടെ മെയിൻ ഇന്റൻഷൻ. യെസ്. സോ താങ്ക് യു സോ മച്ച് ദർശക്. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. താങ്ക് യു. ക്വിക്ക് ലിഫ് എന്ന ഈ സ്ഥാപനം ഇനിയും ഒത്തിരി മനുഷ്യരെ ജീവനിലേക്കും ജീവിതത്തിലേക്കും പിടിച്ചു കയറ്റട്ടെ, ഒത്തിരി കുടുംബാംഗങ്ങൾക്ക് ആശ്വാസമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു റിമാർക്കബിൾ മൈൻഡുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.